ആരിഫ് മുഹമ്മദ് ഖാനിന്റെ കാലത്ത് SFI പ്രവർത്തകർ ആ ഗവർണറെ വഴി തടയുകയായിരുന്നു. ഇപ്പോൾ പുതിയ ഗവർണറെ മൂക്കറക്കുമെന്നാണ് പറയുന്നത്. അല്ലെ, ഒരു വധഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഇനി കൂടുതൽ സുരക്ഷ നൽകേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് കൃത്യമായി അവർക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവസാന ഘട്ടമായി കേന്ദ്രസേനയെ വിളിക്കേണ്ട സാഹചര്യത്തിലേക്കല്ലേ ഗവർണർ എത്തി നിൽക്കുന്നത്? വളരെ ശരിയാണ്. എത്രയും പെട്ടെന്ന് ഗവർണറുടെ സുരക്ഷ കേന്ദ്രസേനയെ ഏൽപ്പിക്കേണ്ടതാണ്. നമുക്കറിയാം, ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ കേരള ഗവർണറായിരുന്ന കാലത്ത് അദ്ദേഹത്തെ വഴിയിൽ തടയുകയും അദ്ദേഹത്തെ അങ്ങേയറ്റം ഹരാസ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി ഒരു കടയിലേക്ക് ചെന്ന് അവിടെ ഒരു കസേര ഇട്ടിരുന്നു. എന്നിട്ട് തൻ്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയോട് അദ്ദേഹം തൻ്റെ ഒപ്പമുണ്ടായിരുന്ന സൈനിക ഉദ്യോഗസ്ഥനോട് അമിത്ഷായെ വിളിക്കാൻ പറഞ്ഞു. ഒരു ഗവർണർക്ക് യാതൊരു സുരക്ഷയുമില്ല ഈ കേരളത്തിൽ, ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പുകേടാണ്, നിയമവാഴ്ചയുടെ തകർച്ചയാണ് എന്നൊക്കെ അദ്ദേഹം അന്ന് ആരോപിച്ചിരുന്നു. അദ്ദേഹം വളരെ വികാരാധീനനായിട്ടാണ് അദ്ദേഹം അന്ന് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നതിനകത്ത് ന്യായമുണ്ട്. നമുക്കറിയാം, അന്ന് SFIക്കാർ മാത്രമല്ല അദ്ദേഹത്തെ തടഞ്ഞത്. ആ കൂട്ടത്തിൽ ആരൊക്കെ നുഴഞ്ഞു കയറിയിരുന്നു? സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അടക്കം റിപ്പോർട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാർ അതിനകത്ത് നുഴഞ്ഞു കയറിയിരുന്നു. അവരാരെങ്കിലും ഈ ഗവർണറെ ഉപദ്രവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഗവർണറുടെ ജീവന് ആപത്തുണ്ടായെങ്കിൽ കേരളം അതിന് എന്ത് മറുപടി പറയും? ഇതൊക്കെ ഈ കേരളം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയനും മറ്റ് സഖാക്കന്മാർക്കും ഇതിനെക്കുറിച്ചൊക്കെ വല്ല ചിന്തയുമുണ്ടോ? അവർക്ക് അതൊന്നുമല്ല അവരുടെ പ്രശ്നം. ഞാൻ പിടിക്കുന്ന മുയലിന് 3 കൊമ്പ്, ഇവിടെ ഞങ്ങൾ പറയുന്നതേ നടക്കൂ. ഇപ്പോഴിതാ ഈ പുതിയ ഗവർണർക്ക് നേരെയും അത്തരത്തിലുള്ള ആക്രോശങ്ങളും എന്താ പറയുക, വധഭീഷണിയുമാണ് ഉയരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് സർവകലാശാലയുടെ മുന്നിൽ SFIയുടെ ഒരു സമരമുണ്ടായിരുന്നു. ഈ ഗവർണർക്കെതിരെ, എന്തിനാണ് ഗവർണർക്കെതിരെ സമരം ചെയ്യുന്നതെന്ന് SFIക്കാർക്ക് തന്നെ അറിഞ്ഞുകൂടാ. അവർ ആ സമരത്തിൽ ഈ SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സരോജ് ചങ്ങാടത്ത്, ആ ചെറുപ്പക്കാരൻ, ശരിക്കും പറഞ്ഞാൽ കൗമാരക്കാരൻ, ഒരു ചെറുപ്പക്കാരനെന്നും പറയാൻ സാധിക്കില്ല, ആ കൗമാരക്കാരൻ വിളിച്ചു പറയുന്നത് വളരെ ജൂപ്സാവഹമായ കാര്യങ്ങളാണ്. അങ്ങേയറ്റം നീചമായ, നിന്ദ്യമായ കാര്യങ്ങളാണ് പറഞ്ഞതെന്താ? ഗവർണർക്ക് ഓർമ്മയുണ്ടോ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CPയുടെ മൂക്കിന് എന്ത് സംഭവിച്ചു, അതിനെങ്ങനെ മുറിവേറ്റു എന്നൊക്കെ ഗവർണർക്ക് ഓർമ്മയുണ്ടോ, അറിയുമോ എന്നൊക്കെയാണ്. അത് മറക്കരുത് എന്നുള്ള താക്കീതാണ് ഗവർണർക്ക് കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളുടെയും ചാൻസലർ ഗവർണറാണ്. അങ്ങനെയുള്ള ഈ ഗവർണറുടെ മൂക്കറക്കാൻ ധൈര്യമുള്ള SFIക്കാർ ഇപ്പോൾ കേരളത്തിലുണ്ടോ? അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. പക്ഷേ നമ്മളെപ്പോഴും മര്യാദ കൊടുത്താണ് മര്യാദ വാങ്ങേണ്ടത്. ഈ ഗവർണർ മലയാളിയല്ല, അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്തുള്ള ആളാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട്, രാഷ്ട്രപതിയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഇവിടെ വരുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ വന്ന് കേരളത്തിൻ്റെ ഭരണത്തലവനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയും ഇവരുമൊക്കെ ചേർന്ന് ഭരിക്കുന്നത്. നമ്മുടെ ഈ ഫെഡറൽ സംവിധാനത്തിൽ, ഈ ഫെഡറൽ സിസ്റ്റത്തിൽ ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വരുന്ന അദ്ദേഹത്തെ, മറ്റൊരു സംസ്ഥാനത്തു നിന്ന് വരുന്നയാളാണ്, അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു മാന്യതയുണ്ട്, അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു വിലയുണ്ട്. അത് നമ്മൾ പാലിക്കണം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വെറുതെ പരസ്യവാചകം എഴുതി വെച്ചാൽ പോരാ, അത് പ്രവൃത്തിയിലും കൂടി കാണിക്കണം. അത് കാണിക്കണമെങ്കിൽ സംസ്കാരം വേണം. ആ സംസ്കാരമില്ലാത്തവരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഗവർണറല്ല, സ്വന്തം അച്ഛനെ ഭീഷണിപ്പെടുത്താൻ മടിയില്ലാത്തവർക്ക് പിന്നെ ഗവർണർ ഒരു വിഷയമാണ്. ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ സംസ്കാരമെന്ന് നമുക്കിനിയും മനസ്സിലായില്ലേ? കഴിഞ്ഞ തവണ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു ശത്രുസ്ഥാനത്തെങ്കിൽ ഇപ്പോൾ രാജേന്ദ്ര ആർലേക്കറാണ് ശത്രുസ്ഥാനത്ത്. എത്ര നിസ്സാരമായിട്ടാണ് ഒരു SFIയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം. SFI സ്വപ്നം കാണുന്ന ഗവർണർ പിണറായിയുടെ അടിമയായിരിക്കുക, അദ്ദേഹം പറയുന്നത് അനുസരിക്കുക, ആ രീതിയിൽ അദ്ദേഹം പറയുന്നിടത്തൊക്കെ ഷൂ വയ്ക്കുക, അദ്ദേഹത്തെ വാഴ്ത്തി പാടുക, ഇതൊക്കെയാണ് SFI സ്വപ്നം കാണുന്നത്. നമുക്കറിയാം, ഈ ഗവർണർ വന്ന ഉടനെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം സ്വമേധയ കേരള ഹൗസിൽ വെച്ച് ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും ഇന്ത്യയുടെ ധനമന്ത്രിയെയും വിളിച്ചു. അന്ന് കേരളത്തിൻ്റെ അംബാസഡറായിട്ട് ഒരാൾ ഡൽഹിയിലുണ്ടല്ലോ, പണം വിഴുങ്ങി ഒരു പ്രൊഫസർ, റിട്ടയർഡ് പ്രൊഫസർ, അദ്ദേഹത്തിൻ്റെ കൂടെ സാന്നിധ്യത്തിലല്ലേ ഈ ചർച്ചയൊക്കെ നടന്നത്. ആ ചർച്ച നടന്നതിന് ശേഷം തന്നെ കേരളത്തിന് എന്തുമാത്രം കേന്ദ്ര സഹായം കിട്ടി.
ഈ ചരിത്രത്തിലില്ലാത്ത 2004 മുതൽ 2014 വരെ കിട്ടിയതിൻ്റെ എത്ര ഇരട്ടി തുകയാണ് 2014 മുതൽ 2024 വരെ കിട്ടിയത്? പാർലമെൻറ്റിൽ ഈ കണക്ക് വന്നതല്ലേ? അവിടെയും ഉണ്ടല്ലോ പിണറായിയുടെ നാവ്, ഇന്ത്യൻ പാർലമെൻറ്റിലും പിണറായിയുടെ നാവുണ്ടല്ലോ. ആ നാവ് ചലിച്ചില്ലല്ലോ അന്ന്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ആ കണക്കുകൾ എത്ര ഇരട്ടി സഹായമാണ്, എത്ര ഇരട്ടി പണമാണ് കേരളത്തിന് അനുവദിച്ചത് കേന്ദ്രം എന്നുള്ളത് കൃത്യമായി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നിർമ്മല സീതാരാമൻ വെളിപ്പെടുത്തിയപ്പോൾ പിണറായിയുടെ നാവ് ചലനമറ്റിരിക്കുകയായിരുന്നല്ലോ രാജ്യസഭാ ബെഞ്ചിൽ. ഇത് നമ്മളെല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ ഇതൊക്കെ ഇടതുപക്ഷത്തിന് കാലാകാലങ്ങളിൽ ഇതൊക്കെ അവർ ചെയ്യുന്നത് കൃത്യമായ അജണ്ടയോടുകൂടിയാണ്. അവർക്ക് മറ്റു ചിലരെ തൃപ്തിപ്പെടുത്താനുണ്ട്. അതായത് ഞങ്ങളെ ഉള്ളൂ ഇവിടെ ഈ ഗവർണറെ വരുതിക്ക് നിർത്താൻ, RSSനെ വരുതിക്ക് നിർത്താൻ, RSSകാരനായ ഗവർണറെ വരുതിക്ക് നിർത്താൻ ഞങ്ങളെ ഉള്ളൂ എന്ന് വരുത്തി തീർക്കലാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ നാടകങ്ങളൊക്കെ കളിക്കുന്നത്. അതിന് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിക്കും. നമുക്കറിയാം പണ്ട് ഈ എ റഹീം, ഇപ്പോൾ രാജ്യസഭാ MP ആയിരിക്കുന്ന എ റഹീം അടക്കമുള്ളവർ SFI നേതാക്കളായിരുന്ന കാലത്ത് ഇവിടെ എന്തൊക്കെ അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പ്രക്ഷോഭങ്ങളുടെയും സമരത്തിൻ്റെയും പേരിൽ ഈ നാട്ടിലുണ്ടാക്കിയ പുകിലുകൾ നമുക്കറിയില്ലേ. ഇപ്പോൾ അവർ ഈ ഗവർണർക്കെതിരെ വളരെ കൃത്യമായിട്ടാണ് ഗവർണർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഗവർണർ അത് വിടില്ല. എനിക്ക് വളരെ കൃത്യമായിട്ട് ലഭിച്ച വിവരമനുസരിച്ച് രാജ്ഭവൻ, ഇത് സ്പെഷ്യൽ ബ്രാഞ്ചും IBയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കാര്യം. അതുകൊണ്ട് തന്നെ ഇത് രാജ്ഭവൻ വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയം എടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടും അതിൻ്റെ നിയമ നടപടികളിലേക്ക് കടക്കും. നേരത്തെ തന്നെ അദ്ദേഹം 2 തവണ DGPയെ വിളിച്ചു വരുത്തി, മുൻ DGPയെയും ഇപ്പോഴത്തെ DGPയെയും വിളിച്ചു വരുത്തി അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞതാണ്, നിർദ്ദേശങ്ങൾ കൊടുത്തതാണ്. അതിനെ അനുസരിച്ചില്ലെങ്കിൽ ഗവർണർ അടുത്ത പടിയിലേക്ക് കടക്കും. ഈ പറഞ്ഞതുപോലെ കേരള പോലീസിൻ്റെ സുരക്ഷ മതിയോ, അങ്ങേക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അത് വേണ്ട, കേരള പോലീസ് മതി എന്ന് പറഞ്ഞയാളാണ് ഗവർണർ. അദ്ദേഹത്തിന് കേരള പോലീസിൽ ഒട്ടും തന്നെ അവിശ്വാസമില്ല, കേരള ഗവൺമെൻറ്റിനെ അവിശ്വാസമില്ല. അത്രയൊക്കെ മര്യാദ കാണിക്കുന്ന ഒരു ഗവർണറോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇനി ഗവർണർ വിചാരിച്ചാൽ നിമിഷം കൊണ്ട് കേന്ദ്രസേന രാജ്ഭവനിലെത്തും. ഈ രാജ്ഭവൻ്റെ മുമ്പിലും ഈ കേരള സർവകലാശാല ആസ്ഥാനത്തും മറ്റ് സർവകലാശാലകളുടെ കേന്ദ്രങ്ങളിലുമൊക്കെ SFI നടത്തുന്ന സമര ആഭാസം നാട്ടിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇനി മൂടി വെക്കാനൊന്നും പറ്റില്ല. ചാനലുകൾ മാത്രമല്ല, സോഷ്യൽ മീഡിയയും വളരെ ശക്തമാണ്. ഇവർ നടത്തുന്ന ഓരോ കൊള്ളരുതായ്മകളും വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആര് ചെയ്താലും, അത് ഇനി ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഇതിനൊന്നും ഒരു ന്യായീകരണവുമില്ല. ഇതിനൊക്കെ കൃത്യമായ നടപടികൾ വരേണ്ടതുണ്ട്. ഈ പറഞ്ഞതുപോലെ കേന്ദ്രസേനയെ അവിടെ വന്നു കഴിഞ്ഞാൽ സർവകലാശാലയിൽ പോലും കേന്ദ്രസേന സുരക്ഷ ഒരുക്കണമെന്ന് VC ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. VC അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം അത് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടാൻ പോവുകയാണ്. അത്തരത്തിൽ കേരളത്തിൻ്റെ ക്രമസമാധാന നില സമ്പൂർണ്ണമായിട്ട് തകർന്നു എന്നല്ലേ അത് കാണിക്കുന്നത്? ഇവിടെ ഒരു ഭരണമുണ്ടോ? ആഭ്യന്തര വകുപ്പുണ്ടോ? ആഭ്യന്തര മന്ത്രിയുണ്ടോ? ഇതൊക്കെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത നാടുകളിലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അങ്ങനൊരവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇടതു ഭരണം. ഗവർണർക്കെതിരെയുള്ള ഈ വധഭീഷണി, ഈ എന്താ പറയുക, SFIയുടെ ഈ കൊലവിളി, അങ്ങനെ തന്നെ പറയണം, കൊലവിളിയാണ് നടത്തിയിരിക്കുന്നത്. അതിന് ഉചിതമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. വളരെ കൃത്യമായിട്ട് ഈ കൊലവിളി പ്രസംഗം നടത്തിയ വ്യക്തിയെ തീർച്ചയായിട്ടും നിയമ നടപടിക്ക് വിധേയനാക്കണം. അത് കേസെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഇത് SFI ആയാലും KSU ആയാലും ABVP ആയാലും ശരി, ഇങ്ങനെയൊന്നും കുട്ടികൾ പറഞ്ഞ് പഠിക്കാൻ പാടില്ല. സംസ്കാരം ഉണ്ടാകണം. വിദ്യാഭ്യാസം അതിനാണ് കൊടുക്കുന്നത്. ഒരു ഉത്തമ മനുഷ്യനാക്കി വളർത്തിയെടുക്കാനാണ് വിദ്യാഭ്യാസം നൽകുന്നത് കുട്ടികൾക്ക്. അങ്ങനെ പഠിച്ച് വളർന്ന് വലുതായി ഉന്നത സ്ഥാനങ്ങളിലെത്തി രാജ്യത്തിന് ഗുണമുണ്ടാക്കേണ്ടവരാണ് ഇവരൊക്കെ. സമൂഹത്തിന് നന്മ ചെയ്യേണ്ടവരാണ്. അല്ലാതെ അവർ ഗുണ്ടകളെ പോലെ പെരുമാറേണ്ടവരല്ല. അടുത്ത വരുന്ന തലമുറയ്ക്ക് മുന്നിൽ ഇതല്ല മാതൃക. അബ്ദുൽ കലാമിനെയും ടെസ്സി തോമസിനെയൊക്കെ പോലെയുള്ളവരാണ് നമ്മുടെ മാതൃക. മികച്ച ഡോക്ടർമാർ, മികച്ച എഞ്ചിനീയർമാർ, മികച്ച ഭരണ തന്ത്രജ്ഞന്മാർ, IASകാർ, IPSകാർ, എത്രയോ നല്ല ആൾക്കാർക്ക് ജന്മം കൊടുത്ത സ്ഥലമാണ് കേരളം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കുട്ടികൾ അതിനനുസരിച്ച് വളർന്നു വരണം. അല്ലാതെ അവരെ കൊണ്ട് ചുടുചോറ് വാരിക്കരുത്, കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നത് പോലെ. ഈ കുട്ടികളെ അഴിച്ചു വിട്ട് ഇത്തരത്തിൽ കൊലവിളി പ്രസംഗം നടത്തി ഈ നാട്ടിൽ അവർ എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇത് ആരെയാണ് അവർ വെല്ലുവിളിക്കുന്നത്?
അതുകൊണ്ട് അതൊന്നും നല്ല കാര്യമല്ല എന്ന് സർക്കാരും ഈ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കട്ടെ. അവർ തിരുത്തേണ്ടത് തിരുത്തുക തന്നെ വേണം. എന്തായാലും ഗവർണർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.